നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഡിമാൻഡ് പറയാനുണ്ട്. എന്താ മോളെ? ഏട്ടത്തി വെല്ലുവിളിച്ചത് എന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ഒരാള് പോലും, അത് അമ്മയായാലും മുത്തശ്ശിയായാലും, അടുക്കളയിലേക്ക് വരാൻ പാടില്ല. എന്നിട്ടെല്ലാം റെഡി ആവുന്നത് വരെ അടുക്കള പൂട്ടും. അയ്യോ, അതൊന്നും വേണ്ട മോളെ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? തനിച്ചൊന്നും നടക്കില്ല. നടത്തി കാണിച്ചു തരാമേ. മുണ്ട ഷർട്ട് എടുത്ത ആളുടെ സെലക്ഷൻ കൊള്ളടാ. കൊള്ളാം. ഞാൻ തന്നത് ഇതല്ലല്ലോ. എനിക്ക് പ്രിയപ്പെട്ടവള് തന്നത് ഇതാ. സോ എനിക്ക് ഏറ്റവും വില പിടിച്ചത് ഇതാ. എന്നാ വാടാ, കേക്ക് കട്ട് ചെയ്യാം. ഓ പിന്നെന്താ, കട്ടിയാ. Happy birthday to you. Happy birthday to you. Happy birthday, Varungutta. Happy birthday to you. ആദ്യം പ്രിയങ്ക മോൾക്ക് കൊടുക്ക്. ഇനി അങ്ങനല്ലേ വേണ്ടത്. ആ ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. കൃഷ്ണനോട് രാധ ചേർന്നിരിക്കുന്നത് പോലെ എന്നോട് ചേർന്നിരിക്കുന്ന ആൾക്കാണ് ഇത്. വിവാഹം കഴിഞ്ഞതോടെ വരുൺ പരിപൂർണ ഭക്തനായല്ലോ. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. അതെ, ഞാനിപ്പോ ഭക്തനാണ്, പ്രണയത്തിന്റെ ഭക്തൻ. അതെ, ഈ നിൽക്കുന്നവരെല്ലാം നമ്മുടെ പ്രണയത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. പക്ഷെ എൻ്റെ രാധ നീയല്ല, നിനക്കതാവാനും പറ്റില്ല. ഏട്ടാ, കഴിക്കും. താങ്ക് യു ഏട്ടാ. ഹാപ്പി ബർത്ത്ഡേ. മുത്തശ്ശി. താങ്ക് യു അച്ഛാ. അമ്മേ. താങ്ക് യു. come on. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കേട്ടത്.
ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ഓ, എനിക്കോ കഴിച്ചു കഴിച്ചു. വരുണിന് കൊടുക്കുമോളെ. പകരക്കാരിൽ നിന്ന് സ്വീകരിച്ചാലും തരുന്നവളെ എൻ്റെ പ്രിയപ്പെട്ടവളാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ പാചകം തുടങ്ങിയല്ലേ പ്രിയങ്ക? എന്തേലും ടെൻഷൻ ഉണ്ടോ? എനിക്കെന്തിനാ ടെൻഷൻ? മോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കൂ ഉർവശി. അയ്യോ എടുത്തി, ഇന്ന് രാവിലെ എണീറ്റപ്പോ മുതല് എന്റെ വലത് കൈക്കൊരു തരിപ്പ് പോലെ. ഞാൻ എന്തെങ്കിലും ചെയ്താലേ ശരിയാവില്ല. സാധാരണ ഒരു തലവേദന വന്നാ പോലും അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്ന ആളാണല്ലോ ഉർവശി. കൈധരിച്ചിട്ട് എന്താ പറയാതിരുന്നേ? വരന്റെ ബർത്ത്ഡേ അല്ലേ, എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയണ്ടെന്ന് കരുതി. ഓ അങ്ങനെ. എന്നാ പിന്നെ നമ്മുടെ ഫാമിലി ഡോക്ടർ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അയ്യോ വേണ്ട വേണ്ട, റെസ്റ്റ് എടുത്താ മാറിക്കോളും. അപ്പൊ പിന്നെ മരുമക്കള് രണ്ടുപേരും കൂടി മത്സരിച്ചങ്ങ് ചെയ്യട്ടെ അല്ലേ അമ്മേ? ആ, അടുക്കള കാര്യത്തിൽ ഞാൻ ആരോട് മത്സരിക്കാനില്ല. ഞാൻ തോറ്റു പോകുന്നത് കൊണ്ട് തന്നെയാണെന്ന് കൂട്ടിക്കോ. എനിക്കാണെങ്കിൽ ഒരു കാര്യവും അറിയില്ല. അതുകൊണ്ട് എന്നെ ആരും സഹായത്തിന് വിളിക്കാൻ വേണ്ട. പത്മിനി, ഇന്നലെ പ്രിയങ്ക മോള് പാചകം ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ആരാ? ഇവര് രണ്ടുപേരും അല്ലേ? അതെ അമ്മേ. അപ്പോ എല്ലാവരും ചേർന്ന് സഹായിക്കാന്നും പറഞ്ഞിരുന്നു. കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. പ്രിയങ്ക മോളെ അവർക്കൊന്ന് പരീക്ഷിക്കണം, അല്ലേ കൽപ്പനെ? പറഞ്ഞു പറഞ്ഞ് മത്സരമായിട്ട് മുത്തശ്ശി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത്രയും പേർക്ക് വെച്ച് വിളമ്പാനുള്ള ശേഷി ദേവനാരായണൻ തിരുമേനിയുടെ മകൾ കൊണ്ടുവന്നൊന്ന് അറിയണമല്ലോ. അങ്ങനെ ചെയ്താൽ പ്രിയങ്ക മോളെ അംഗീകരിക്കോ നിങ്ങൾ രണ്ടുപേരും? ആ തീർച്ചയായും. പിന്നെ പ്രിയങ്ക ഉണ്ടാക്കുന്ന വിഭവങ്ങള് വായിൽ വെക്കാൻ കൊള്ളത്തില്ലെങ്കിൽ അങ്ങനെ തന്നെ മുത്തശ്ശി അമ്മയും തുറന്ന് പറയണം. അല്ലാതെ പുതിയതായി കയറി വന്ന മരുമകളല്ലേന്ന് കരുതി എല്ലാം മറന്നു കളയരുത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഡിമാൻഡ് പറയാനുണ്ട്. എന്താ മോളെ? ഏട്ടത്തി വെല്ലുവിളിച്ചത് എന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ഒരാള് പോലും, അത് അമ്മയായാലും മുത്തശ്ശിയായാലും, അടുക്കളയിലേക്ക് വരാൻ പാടില്ല. എന്നിട്ട് എല്ലാം റെഡി ആവുന്നത് വരെ അടുക്കള പൂട്ടും. അയ്യോ അതൊന്നും വേണ്ട മോളെ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? തനിച്ചൊന്നും നടക്കില്ല. നടത്തി കാണിച്ചു തരാമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.